മാപ്പ്. ഇപ്പോ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ചാവുന്ന നേരത്തെങ്കിലും എന്റെ കൂടെ എന്റെ ചന്ദ്രു വേണം. എനിക്ക് എന്റെ ചന്ദ്രുവിന്റെ മടിയിൽ കിടന്ന് ചാവണം. നീ തിരിച്ചെത്തിയ ആശ്വാസം എനിക്കുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സഹോദരങ്ങൾക്കൊപ്പം യാത്രകളൊക്കെ പൊടി പിടിച്ചു. മൂന്നാറിലും ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയി. ആഹാ, ഇതിനിടയിൽ അത് സംഭവിച്ചോ? ആ, എന്റെ ഭർത്താവെന്ന മരക്കോന്നിലിൽ നിന്നും അത്തരം വിനോദങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കുറവ് അമ്മയും സഹോദരങ്ങളും ചേർന്നങ്ങ് പരിഹരിച്ചു. ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് തീരെ താല്പര്യമില്ലായിരുന്നു. ഭർത്താവ് വിളിക്കാൻ വരുന്നെങ്കിൽ മാത്രം തിരിച്ചുപോയാൽ മതിയെന്ന് വീട്ടുകാരും പറഞ്ഞതാ. പക്ഷെ അപ്പച്ചിയുടെ നിരന്തരമായ വിളിയും നിർബന്ധവും കാരണമാ ഞാനിപ്പോ വന്നത്. ഇവിടെ എന്താ അപ്പച്ചി പ്രശ്നം? നീ പോയതിൽ പിന്നെ ഞാൻ വല്ലാതങ്ങ് ഒറ്റപ്പെട്ടു പോയി. മനസ്സു തുറന്നൊന്നും മിണ്ടാനോ എന്തെങ്കിലും കൂടിയാലോചന നടത്താനോ ആരുമില്ലാതായി. സുമലതയ്ക്കും കുറുപ്പിനും ഞാൻ കണ്ണിലെ കരടായിപ്പോ. പിന്നെ വന്ദന എന്ന മൂളിയലങ്കാരി എന്നെ ഏതു വിധേനയും ചവിട്ടി പുറത്താക്കാനുള്ള തന്ത്രമായിട്ട് നടക്കുക ആ ഇരണം കെട്ടവള്. എനിക്കാകെ ഒരു സപ്പോർട്ട് ഹരിതയായിരുന്നു. ഇന്ന് അവളും എന്നോടൊപ്പം ഇല്ല. ഹരിത എവിടെ പോയി? ആ സംഭവം നീ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. മനോജിനും ഹരിതയ്ക്കും താമസിക്കാൻ കരുണാകരൻ സിറ്റിയിലൊരു വീടെടുത്തു കൊടുത്തിരിക്കുക. അവരങ്ങോട്ട് താമസം മാറ്റി. എന്ത് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നേ? എല്ലാ ചുമതലകളും ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്നെ ഏൽപ്പിക്കാനാ അച്ഛന്റെ തീരുമാനം. എന്നോട് ആലോചിക്കാതെ ഇനി ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ല. ഹരിതയുടെയും മനോജിന്റെയും ജീവിതത്തിന് ഒരു അടിസ്ഥാനമായി. താമസിയാതെ ജഗനും വന്ദനയ്ക്കും അതുണ്ടാവും. കുടുംബ വീടും വേണ്ടത്ര സ്വത്തും എന്റെ പേരിലാവും. അങ്ങനെ 3 മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ അച്ഛന്റെ തീരുമാനം. ഇതാണോ ചർച്ച ചെയ്തോണ്ടിരുന്നത്? അതെ. എന്നാ അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. കുറുപ്പിനെ സ്വാധീനിച്ച് വേണ്ടത്ര സ്വത്ത് ഹരിത അടിച്ചു മാറ്റും. വന്ദനയുടെ തലയണ മന്ത്രത്തിൽ ജഗനും കോടികൾ കൈയടക്കും. മൂത്ത മകനും മണ്ണുണ്ണിയായ നീ വട്ടപൂജ്യം. എല്ലാ സ്വത്തുക്കളുടെയും ചുമതല ജിതേന്ദ്രനാണെന്ന അച്ഛന്റെ വാക്ക് വെറും പൊള്ളയ. രാഷ്ട്രീയക്കാരന്റെ കപട വാഗ്ദാനം. ഇതേ ആ വാക്ക് വിശ്വസിച്ച് സ്വപ്നം കണ്ട് നടന്ന കോടികൾ ചോരുന്ന അറിയില്ല. അതുണ്ടാകാതിരിക്കാനുള്ള കരുക്കൾ ഇപ്പോഴേ നീക്കിയിരിക്കണം. ഇനി
നമ്മൾ നീങ്ങുന്നത് അപ്പച്ചി ചൂണ്ടിക്കാണിക്കുന്ന വഴിയായിരിക്കണം. നാലുമണിപ്പൂവേ പൂവിനമ്മ പ്രാവേ നാടുവിട്ട് കൂടുവിട്ട് പോകുന്നു. എന്റെ ശരീരം മാത്രമേ പണിയിറങ്ങുന്നുള്ളൂ. എന്റെ മനസ്സ് മാധവേട്ടന്റെ കൂടെ തന്നെ കാണും. ജഗത്തിലേതോ തീക്കനലൊന്നൂതിയൂതി നീറുന്നു. പാതി വച്ചു പോയ വാക്കു വിങ്ങുന്നു.